അപ്പോൾ പ്രിയദർശിനി പദ്ധതി പെരിന്തൽമണ്ണ ഡിപ്പോയിൽ എങ്ങനെ നടപ്പിലാക്കണം എന്നുള്ളത് നമ്മളെ വെഹിക്കിൾ സൂപ്പർവൈസർ ഗിരീഷേട്ടൻ ഇവിടെ ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തോടൊന്ന് ചോദിച്ചു നോക്കാം. അപ്പോൾ ഗിരീഷേട്ടാ, ഇതിന് വേണ്ടിയുള്ള നമ്മളെ സ്റ്റിക്കർ ഒട്ടിക്കൽ ബാക്കിയുള്ള പരിപാടികളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാം ഫിനിഷായോ? എല്ലാം ഇതും പൂർത്തി. ഇനി രാത്രി വരേണ്ട 2-3 വണ്ടിക്ക് മാത്രമേ ചെയ്യാനുള്ളൂ. അപ്പോൾ പൊതുവെ മലപ്പുറം ജില്ലക്ക് ഓർഡിനറി സർവീസും ടിടിയും കുറവാണെന്നുള്ളൊരു ആരോപണം നിലക്കുണ്ട്. അപ്പോൾ നമ്മുടെ ഡിപ്പോന്ന് എത്ര സർവീസ് ഇപ്പം നിലവിൽ ഈ പ്രിയദർശിനി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്? നമ്മുടെ ഡിപ്പോയിൽ നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന എല്ലാ ഓർഡിനറി സർവീസും, അതായത് 23 സർവീസ് ഉണ്ട്. 23 സർവീസും നാളെ മുതൽ സ്ത്രീകൾക്ക് സൗജന്യമാണ്. അപ്പൊ പരിപാടികളൊക്കെ സെറ്റാണ്, എല്ലാം സെറ്റാണ്. നാളെ എത്ര ബഹുമാനപ്പെട്ട നമ്മളെ പെരിന്തൽമണ്ണ MLA നജീബ് കാന്തപുരം 2 നിയമസഭാ നാളെ 8:30 മണിക്കോടെ ഉദ്ഘാടനം നടക്കുന്നതോടുകൂടി 9 മണിയോടുകൂടി സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ലഭ്യമായിട്ട് തുടങ്ങും. അപ്പൊ 23 ബസ് നിലവിൽ പെരിന്തൽമണ്ണ ഡിപ്പോന്ന് തന്നെ സ്ത്രീകൾക്ക് പ്രിയദർശിനി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ്ട് ലഭ്യമാക്കിയിട്ടുണ്ട്. അപ്പോൾ ബസ് കുറവാണ് എന്നുള്ളൊരു ആരോപണമൊന്നും ശരിയല്ല എന്നുള്ളതാണ് പറയാനുള്ളത്. ഹായ്, നാളെ കേരളത്തിൽ ചരിത്ര പ്രസിദ്ധമായ ഒരു സംഭവം നടക്കാൻ വേണ്ടി പോവുകയാണ്. അതായത് KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. നിലവിലെ VDS ഗവൺമെന്റ് അവരുടെ തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രഖ്യാപിച്ച ഇന്ദിരാ ഗ്യാരണ്ടിയിൽപ്പെട്ട ഏറ്റവും ജനകീയമായ ഒരു പദ്ധതിയാണ് സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര. നാളെ രാവിലെ 8:30 ബഹുമാനപ്പെട്ട CM തിരുവനന്തപുരത്ത് വെച്ച് ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നതോടുകൂടി 9 മണിയോടുകൂടിയിട്ട് ബസ്സുകളിൽ ഫ്രീ ടിക്കറ്റ് ലഭ്യമായി തുടങ്ങും. നിലവിലെ ഓർഡിനറി ബസ്സുകളിലാണ് പ്രിയദർശിനി പദ്ധതി എന്ന പേരിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ലഭ്യമായിട്ടുള്ളത്. അത് ബസ്സുകൾ പ്രധാനമായിട്ടും വെള്ളയും നീലയും കളറിലാണ് നിലവിൽ ഓർഡിനറികൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് മുൻഭാഗത്തും സൈഡിലും സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന് പ്രത്യേകം സ്റ്റിക്കറുകൾ ഒട്ടിച്ചിട്ടുണ്ട്. പ്രധാനമായും യാത്രക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യം, ജൂൺ 15 രാവിലെ 9 മണിക്ക് ശേഷമാണ് ഫ്രീ ടിക്കറ്റ് ലഭ്യമായി തുടങ്ങുക. ഈ മഹിളാ മോർച്ച ചെയ്ത മാതിരി അതിനു മുന്നേ കയറിയിട്ട് ഫ്രീ ടിക്കറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് ആരും സമരം നടത്താതിരിക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, പൈസ കൊടുക്കാത്ത യാത്രയല്ലേ എന്ന് കരുതിയിട്ട് ആരും ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യാൻ പാടില്ല. ചെക്കർ കയറുന്ന സമയത്ത് 0 ടിക്കറ്റ് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേകം ഫൈൻ ഈടാക്കുന്നതാണെന്ന് KSRTC അറിയിച്ചിട്ടുണ്ട്. പിന്നെ ടിക്കറ്റ് എടുത്ത സ്ഥലം കഴിഞ്ഞിട്ട് ഇറങ്ങുകയോ അതോ സ്ഥലത്തിന് മുമ്പ് ഇറങ്ങുകയോ ചെയ്യുകയാണെങ്കിൽ അത് നിർബന്ധമായിട്ട് കണ്ടക്ടറെ അറിയിക്കണം. ടിക്കറ്റ് എടുക്കുന്ന സ്ഥലത്തിനപ്പുറത്തേക്ക് ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ അതിനും ഫൈൻ ഈടാക്കുന്നതാണെന്ന് അറിയിച്ചിട്ടുണ്ട്. ഈ യാത്ര ചെയ്യുന്ന നിങ്ങളുടെ കൂടെ 4 മുതൽ 11 വയസ്സ് വരെയുള്ള ആൺകുട്ടികൾ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ ആ കുട്ടിക്ക് ടിക്കറ്റ് എടുക്കണം. നിങ്ങളുടെ കയ്യിൽ ലഗേജുകൾ ഉണ്ടെങ്കിൽ അത് നിലവിലെ പോലെ തന്നെ ഒരു ടിക്കറ്റിന് 15 കിലോ ഫ്രീ ആയിട്ട് അലൗഡ് ആണ്. ലഗേജ് 15 കിലോ വരെയുള്ള ലഗേജിന് അധികമായിട്ട് ചാർജ് ഒന്നും നൽകേണ്ടതില്ല എന്നാണ് അറിയിച്ചിട്ടുള്ളത്. നിലവിലെ VDS ഗവൺമെന്റിന്റെ ഈ സമ്മാനം KSRTCയും അതിലെ ജീവനക്കാരും സ്വാഗതം ചെയ്തിട്ടുണ്ട്. അതുപോലെ എല്ലാ സ്ത്രീകളും ഈ യാത്ര ഉപയോഗപ്പെടുത്തി റോഡിലെ തിരക്കും പൊല്യൂഷനും കൺട്രോൾ ചെയ്യാനൊക്കെ ഈ അവസരം മാക്സിമം ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.